സിനിമാസിൽ നമ്മളിപ്പോൾ വീണ്ടും എത്തിയിട്ടുള്ളത് നമ്മളെ സക്സസ്ഫുൾ സെലിബ്രേഷൻ പുഷ്പയുടെ കളക്ഷൻ അങ്ങ് എത്തിയിട്ടുള്ളത് 600 കോടിക്കോളം എത്തി. ഈ കാണുന്നത് ഹൗസ്ഫുൾ ഷോയിൽ അവർ ഇൻ്റർവെൽ പുറത്തിറങ്ങിയിട്ടുള്ള ഹിന്ദി ഷോ ആണ്. അത്രത്തോളം എല്ലാ ഭാഷകളിലും ആൾ ഏറ്റെടുത്തിരിക്കുകയാണ് സിനിമയ്ക്ക് മലയാളത്തിൽ കുറേ നെഗറ്റീവ് റിവ്യൂകൾ വന്നത് യഥാർത്ഥത്തിൽ ഗുണമായി എനിക്ക് തോന്നുന്നത് ഇപ്പോൾ പോസിറ്റീവിലേക്ക് മാറി. ശരിക്കും പറഞ്ഞാൽ മലയാളത്തിൽ ഒരിക്കലും ഇങ്ങനെയുള്ള സിനിമകൾ ഒരിക്കലും വരാൻ കഴിയില്ല. പ്രത്യേകിച്ച് 5 സിനിമകൾ നമുക്ക് പറയാം. അരുന്ധതി, ധീര, ബാഹുബലി, അതുപോലെ തന്നെ RRR, പിന്നെ പുഷ്പ. ഇതുപോലത്തെ ഒരു സിനിമ നമ്മുടെ മലയാളത്തിലെ ഇപ്പം ജീവിച്ചിരിപ്പുള്ള ഒരു ഡയറക്ടർമാർക്കും എടുക്കാൻ പറ്റില്ല. പിന്നെ നമ്മളതിനെ കുറ്റം വരേണ്ട ആവശ്യം. അപ്പോൾ സിനിമ എന്ന് പറഞ്ഞാൽ തെലുങ്ക് സിനിമ പോലെ മലയാളത്തിൽ ഒരിക്കലും എടുക്കാൻ പറ്റില്ല. അപ്പോൾ കുറ്റം പറയുന്നവർ കുറ്റമറ്റവരായിരിക്കണം. അപ്പം നമ്മൾക്ക് ഇത്ര പറയാനുള്ളൂ. സിനിമയായ രീതിയിൽ കാണുക. അപ്പം നമ്മൾ ആഘോഷിക്കുകയാണ്. അല്ലു അർജുൻ്റെ പുഷ്പ 2-ൻ്റെ സെലിബ്രേഷനാണ്. നമ്മളിവിടെ തിയേറ്ററിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ മറ്റുള്ള മെമ്പേഴ്സും കുറച്ച് കാര്യങ്ങൾ നമ്മളെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അതും കൂടി നമുക്ക് കേൾക്കാം. അപ്പോൾ വിജയം ആഘോഷിക്കാൻ എല്ലാവരും വന്നിട്ടുള്ളത് നമ്മളെ മെമ്പേഴ്സാണ്. ഇതെല്ലാം നമ്മളെ എല്ലാവരും വളരെ സന്തോഷത്തിലാണുള്ളത്. ഇനിയും കുറേ ആൾക്കാർ എത്താനുണ്ട്. അപ്പോൾ അങ്ങനെയുണ്ട്. സിനിമയെല്ലാം നിങ്ങൾ 2 പ്രാവശ്യം 3 പ്രാവശ്യം കണ്ടിട്ടുണ്ടാവും അല്ലേ? 2 പ്രാവശ്യം കണ്ടു. രാവിലെയും കണ്ട്, ഫാൻസ് ആർപ്പുറം കണ്ട്, പിന്നെ രാത്രി നമ്മളെ ഫ്രണ്ട്സിൻ്റെ ഒപ്പം കണ്ടു. ആദ്യം മലയാളത്തിൽ കുറച്ച് നെഗറ്റീവ് വന്നെങ്കിലും ഇപ്പം ഫുള്ള് പോസിറ്റീവായിട്ടാണ് ഉള്ളത്. കാരണം ആദ്യം കുറേ തകർക്കാൻ വേണ്ടി നോക്കി. പക്ഷേങ്കിൽ ഇത് നടക്കൂലെന്ന് കണ്ടതിന് ശേഷം ബാക്കി എല്ലാവരും യൂട്യൂബേഴ്സിന് ഇപ്പോൾ എടുത്ത് നോക്കിയാൽ മതി. ആദ്യം വളരെ എന്താ പറയുക തീരെ പോരാ അങ്ങനെ ഇങ്ങനെയെല്ലാം പറഞ്ഞതാണ്. ഇപ്പം നോക്കുമ്പോൾ എന്തായി ഫാമിലി ഓഡിയൻസും കാര്യങ്ങളും കയറാൻ തുടങ്ങിയാലും പടത്തിൻ്റെ ഹൈപ്പേ മാറി. ഇപ്പോൾ വളരെ മികച്ച രീതിയിലാണ് നിൽക്കുന്നത്. ഏകദേശം ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ തിയേറ്ററിലും വീണ്ടും ഹൗസ്ഫുൾ ആകാൻ വേണ്ടി തുടങ്ങി. വലിയൊരു കളക്ഷൻ തന്നെ കിട്ടും തീർച്ചയായും. കാരണം ഇന്ത്യൻ സിനിമയിൽ തന്നെ ഏറ്റവും വലിയ കളക്ഷൻ കയറാൻ വേണ്ടി ചാൻസ് ഉണ്ട്. फिल्म देखा कैसा लगा फिल्म? अच्छा है, बहुत अच्छा एक्टिंग. अल्लू अर्जुन का बहुत फैन है तुम? मैं तो अल्लू अर्जुन का फैन हो? मैं अल्लू अर्जुन का पहली बार आया था? पहली बार सिनेमा देखने के लिए इधर आया था. ओके, कैसा लगा? गाना भी स्टंट भी है, बहुत अच्छा है. ओके. പിന്നെ ഇന്ന് ഇന്ത്യയിൽ സിനിമയ്ക്ക് നല്ല ആളുണ്ട്, നല്ലൊരു കളക്ഷനാണ്. നല്ല കളക്ഷൻ കിട്ടി വിജയത്തിലേക്ക് പോയി അല്ലേ? എല്ലാവർക്കും നല്ലൊരു ഇതാണ്. ചില നെഗറ്റീവ് അറിയുന്നെങ്കിലും ശരിക്കും നല്ലൊരു തിയേറ്ററിൽ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് സിനിമ. അടിപൊളി പടമാണ്. ഇപ്പോൾ മിക്സ്ഡ് റിവ്യൂ ആയിട്ടാണ് വരുന്നത്. പക്ഷേ മൊത്തത്തിൽ വെച്ചാൽ നല്ല എൻ്റർടൈൻമെൻറ്റ് പടമാണ്. മാസ് എല്ലാം ഉണ്ട്. പക്ഷേ മലയാളികൾക്കിടയിൽ നെഗറ്റീവ് വന്നിട്ട് ഒരു പ്രശ്നമായിരുന്നില്ല. ഫസ്റ്റ് തൊട്ടേ കാണാത്തൊരു പടം കാണാത്തൊരു ഫസ്റ്റ് വെറുതെ കമൻറ്റ് ഇട്ടിട്ട് അത് നെഗറ്റീവ് അടിച്ചങ്ങ് വിട്ടു. പക്ഷെ നമുക്ക് പ്രശ്നമില്ല. നമ്മൾ ഫുൾ ഹാപ്പിയാണ്. പടം ഹൈ ലെവലിലുള്ള ഇപ്പോൾ ഒരു കുഴപ്പം. എല്ലാ ഷോയും ഹൗസ്ഫുള്ളാണ് ഇവിടെ. നമുക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് തിയേറ്ററും കൂടിയാണ്. അപ്പോൾ നമ്മുടെ വിജയം ആഘോഷിക്കുകയാണ് ഇന്ന് 4ാമത്തെ ദിവസം. അപ്പോൾ എന്തായാലും നിങ്ങൾ ആദ്യം നിങ്ങൾ എത്തുക. നമുക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ നമുക്ക് തിയേറ്ററിലുള്ള മാനേജേഴ്സ് പാർട്ട്നേഴ്സ് നമ്മൾ എന്തായാലും ഒരു മൊബൈൽസ് കൊടുക്കണമെന്ന് ആദ്യമേ വിചാരിച്ചതാണ്. അപ്പോൾ എന്തായാലും ഈ മൊബൈൽസ് നമ്മൾ നിങ്ങൾ സ്വീകരിക്കണം. എന്തായാലും ക്ലാസ് റൂമിൽ തന്നെ എപ്പോഴും ഉണ്ടാകണം.